Hello friends, welcome to teachenglish.com. ലൈൻസ് written in early spring എന്ന കവിത മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് എന്നിവ ചെയ്യാം. ഇനി പാഠഭാഗം മനസ്സിലായിട്ടില്ല എങ്കിൽ teachenglish.comലെ മലയാളത്തിലുള്ള വിശദീകരണം അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് ആശയം മനസ്സിലാക്കൂ. Now let's see what are the questions asked here. First question. What does the expression "I sat reclined" indicate about the poet's state of mind? I sat reclined എന്ന ഒരു എക്സ്പ്രഷൻ കവിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് എന്താണ് സൂചിപ്പിക്കുന്നത്? ആൻസർ: The poet was in a relaxed mood, enjoying the beauty of nature. കവി വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു. അദ്ദേഹം പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ പോയിറ്റ് ഫീൽ സാഡ് വൈൽ റിക്ലൈനിങ് ഇൻ ദ ഗ്രവ്? ആ ഒരു തോപ്പിൽ ചാരിയിരുന്ന് വിശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കവി ദുഃഖിതനായത്? ആൻസർ: ദ പോയിറ്റ് തോട്ട് about what human did to their kind and the nature. The human miseries made the poet sad. മനുഷ്യർ അവരുടെ വംശത്തോടും പ്രകൃതിയോടും കാണിച്ച കാര്യങ്ങളെക്കുറിച്ച് കവി ചിന്തിക്കുകയും മനുഷ്യ ദുരിതങ്ങൾ അദ്ദേഹത്തെ സങ്കടത്തിലാഴ്ത്തുകയും ചെയ്തു. Question number 3. How does the poet associate himself with nature? കവി എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് തന്നെ ബന്ധിപ്പിക്കുന്നത്? ആൻസർ: നേച്ചർ ഹാസ് ലിങ്ക്ഡ് ഇറ്റ്സെൽഫ് ടു ദ സ്പീക്കേഴ്സ് സോൾ. പ്രകൃതി കവിയുടെ ആത്മാവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചു എന്നാണ് കവി പറയുന്നത്. Question number 4. And much it grieved my heart to think what man has made of man. What do these lines convey? കവിതയിലുള്ള 2 വരികൾ തന്നിരിക്കുന്നു. മനുഷ്യൻ മറ്റു മനുഷ്യരോട് കാണിക്കുന്ന ദുരിതങ്ങൾ തൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നു എന്ന് കവി പറയുന്നു. ഈ ഒരു വരി എന്താണ് കൺവേ ചെയ്യുന്നത്? എന്ത് ആശയമാണ് നമുക്ക് നൽകുന്നത്? Men do not enjoy the beauty of nature. മനുഷ്യര് പ്രകൃതിയുടെ ഭംഗിയെ ആസ്വദിക്കാതെ Instead they destroy nature. പ്രകൃതിയെ അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Men also fight against one another and all become unhappy. മനുഷ്യർ പരസ്പരം പോരടിക്കുകയും എല്ലാവരും അസന്തുഷ്ടരാവുകയും ചെയ്യുന്നു. This thought made the poet's heart sad. ഈ ഒരു ചിന്ത കവിയുടെ ഹൃദയത്തെ ദുഃഖിതനാക്കുന്നു. Fifth question. What makes the poet think that every flower enjoys its existence? ഓരോ പൂവും തൻ്റെ ജീവിതം അല്ലെ തൻ്റെ നിലനിൽപ്പിനെ ആസ്വദിക്കുന്നു എന്ന് കവി ചിന്തിക്കാനുള്ള കാരണം എന്താണ്? The blooming flowers expressed their ecstasy by moving gently in the breeze. വിടർന്നു വരുന്ന ഓരോ പൂവും മന്ദമാരുതൻ വരുന്ന സമയത്ത് ചെറുതായി അനങ്ങിക്കൊണ്ട് വളരെ ജെന്റിലായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ട് അവയുടെ ആനന്ദം പ്രകടിപ്പിക്കുന്നു. It makes the poet think that every flower enjoys its existence. ആ ഒരു കാഴ്ച ഓരോ പൂവും തൻ്റെ നിലനിൽപ്പിനെ ആസ്വദിക്കുന്നു എന്ന് കവിയെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. Sixth question. What is the nature's holy plan? പ്രകൃതിയുടെ വിശുദ്ധ സംവിധാനം എന്താണ്? How does man work against it? മനുഷ്യൻ എങ്ങനെയാണ് ആ ഒരു ഹോളി പ്ലാനിന് എതിരാവുന്നത്? Nature's holy plan is pleasurable and peaceful coexistence of living beings. എല്ലാ ജീവജാലങ്ങളുടെയും സന്തോഷകരവും സമാധാനപരവുമായിട്ടുള്ള സഹവർത്തിത്വമാണ് നേച്ചറിൻ്റെ വിശുദ്ധ സംവിധാനം എന്ന് പറയുന്നത്. But man lives in discord with himself and the rest of creation. പക്ഷേ മനുഷ്യർ അവനോട് തന്നെയും അതേപോലെ തന്നെ പ്രകൃതിയിലെ മറ്റു ജന്തുജാലങ്ങളോടും ഇണക്കമില്ലായ്മയിലൂടെയാണ് ജീവിക്കുന്നത്. Question number 7. Suggest an alternative title for the poem. ഈ ഒരു കവിതയ്ക്ക് മറ്റൊരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്യാമോ? ആൻസർ:
എ ലാമെന്റ് ഫോർ നേച്ചർ, പ്രകൃതിക്കായിട്ടൊരു വിലാപം. നേച്ചേഴ്സ് ഹോളി പ്ലാൻ, പ്രകൃതിയുടെ വിശുദ്ധ സംവിധാനം, വിശുദ്ധ പദ്ധതി. അതേപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതൊരു ടൈറ്റിലും നിങ്ങൾക്ക് നൽകാം. അടുത്തത് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റി 1. What man has made of man is one of the most striking expressions in the poem Lines Written in Early Spring. Lines Written in Early Spring എന്നുള്ള ഒരു കവിതയിലെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് What man has made of man. It describes the feelings of Wordsworth. ആ ഒരു വരി വേർഡ്സ്വർത്തിന്റെ ഫീലിങ്സ്, ചിന്തകള് വിശദീകരിക്കുന്നു. The poet and his thoughts about human activities against nature. പ്രകൃതിക്കെതിരായിട്ടുള്ള മനുഷ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചിന്തകളെക്കുറിച്ച് ഇത് നമുക്ക് പറഞ്ഞു തരുന്നു. What made the poet think so? എന്താണ് അദ്ദേഹത്തെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്? Wordsworth's thoughts about the human world. മനുഷ്യ ലോകത്തെക്കുറിച്ച്, മനുഷ്യരാശിയെക്കുറിച്ച് വേർഡ്സ്വർത്തിന്റെ ചിന്തകൾ എന്തെല്ലാമാണ്? ആൻസർ. ഫസ്റ്റ് വൺ, ഹ്യൂമൻ ബീയിങ്സ് ആർ ജെലസ് ഓഫ് വൺ അനദേഴ്സ് വെൽത്ത് ആൻഡ് പൊസഷൻസ്. മറ്റുള്ളവരുടെ സമ്പത്ത്, അതിനെക്കുറിച്ച് മനുഷ്യര് എപ്പോഴും അസൂയാലുക്കളാണ് എന്നുള്ളതാണ് ഒന്ന്. സെക്കൻഡ് വൺ മാൻ ട്രൈസ് ടു ഹാം ദി അതർ ബൈ വേജിങ് ഓർ പ്രൊവോക്കിംഗ് വാസ്. മറ്റുള്ളവരോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ അപകടത്തിൽപ്പെടുത്താൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത് ദസ് പീപ്പിൾ ബ്രിങ് ഗ്രീഫ് ആൻഡ് സോറോ ടു വൺ അനദർ. ഇങ്ങനെ ഓരോ വിധത്തിൽ മറ്റുള്ളവർക്ക് ദുരിതം വിതച്ചുകൊണ്ട് അവരെ സങ്കടത്തിലാക്കാൻ ആളുകൾ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് മനുഷ്യരെക്കുറിച്ചുള്ള വേർഡ്സ്വർത്തിന്റെ ചിന്തകൾ. Activity 2. William Wordsworth's poem Lines Written in Early Spring is appealing to the readers because of the poetic devices. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാവ്യപ്രയോഗങ്ങൾ ഈ ഒരു കവിത കൂടുതൽ മനോഹരമാക്കുന്നു. Fill in the blanks with suitable examples from the poem. കവിതയിൽ നിന്നുള്ള അനുയോജ്യമായ ഉദാഹരണങ്ങൾ എഴുതിക്കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ, പേഴ്സണിഫിക്കേഷൻ, എക്സാമ്പിൾസ്, ദെൻ ഇമേജറി, വിഷ്വൽ ഇമേജറി, ഓഡിറ്ററി ഇമേജറി തുടങ്ങിയവ, അതിനനുസരിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ, ദെൻ അലിറ്ററേഷൻ ഉദാഹരണം, റൈം സ്കീമിന് ആൻസർ. പേഴ്സണിഫിക്കേഷൻ. എക്സാമ്പിൾസ്, ടു ഹാവ് ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. ഇവിടെ പ്രകൃതിയെ ഒരു സ്ത്രീയായിട്ട് പേഴ്സണിഫൈ ചെയ്യുന്നു. രണ്ടാമത്തത്, എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്ത്സ്. ഈ വരിയിൽ ഫ്ലവേഴ്സ് അതിൻ്റെ ശ്വാസം എൻജോയ് ചെയ്യുന്നു എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, twigs spread out their fan to catch the breezy air. ഇലകൾ വിടർത്തി വെച്ചുകൊണ്ട് കാറ്റിനെ പിടിക്കാൻ. അപ്പൊ ഇത് മൂന്നും പേഴ്സണിഫിക്കേഷൻ ഉദാഹരണമാണ്. ദെൻ ഇമേജറീസ്, വിഷ്വൽ ഇമേജറി ഉദാഹരണം, ഇൻ ദാറ്റ് ഗ്രീൻ ബവർ ദ പെർവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. വിഷ്വലായിട്ട് ഉള്ള ഒരു ഇമേജറിയാണ്. ഓഡിറ്ററി ഇമേജ്, ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇമേജറിയാണ് ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. ദെൻ ഓൾഫാക്ടറി ഇമേജ്, എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്ത്സ്. ബ്രീത്ത് ചെയ്യുക, ബ്രീതിങ് ഓൾഫാക്ടറി ഇമേജറിയാണ്. ദെൻ അലിറ്ററേഷൻ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മാൻ മെയ്ഡ് മാൻ. എം എന്നുള്ള ശബ്ദം ആവർത്തിക്കുന്നു. ദെൻ ഇറ്റ്സ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ. ഫ് എന്നുള്ള ശബ്ദം ആവർത്തിക്കുന്നു. അലിറ്ററേഷൻ ഈസ് ദ റിപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്. Then rhyme scheme of the poem is AB AB. Next question, to have fair works did nature link the human soul that through me ran. These lines speak about man's vital relationship with nature. മനുഷ്യന് പ്രകൃതിയുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ബന്ധത്തെക്കുറിച്ചാണ് ഈ വരികൾ പറയുന്നത്. ഡിസ്കസ് ആൻഡ് റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം. ഈ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് പോയത്തിനെ കുറിച്ചുള്ള ഒരു അപ്രീസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വരികളുടെ അപ്രീസിയേഷൻ അല്ല, പോയത്തിന്റെ അപ്രീസിയേഷൻ ആണ്.
ആൻസർ വായിക്കുന്നു, ജസ്റ്റ് വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വേർഡ്സ്വർത്ത് ഹാസ് എ റിനൗണ്ട് റെപ്യൂട്ടേഷൻ ആസ് ദ പോയിറ്റ് ഓഫ് നേച്ചർ. വേർഡ്സ്വർത്ത് പോയിറ്റ് ഓഫ് നേച്ചർ എന്നുള്ള ബഹുമതി കൊണ്ട് പ്രശസ്തനാണ്. ഇൻ ഹിസ് ബോഡി ഓഫ് വർക്ക് നേച്ചർ അസ്യൂംസ് എ പേഴ്സണാലിറ്റി an almost divine spirit that permeates all objects. എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചു കിടക്കുന്ന ശക്തി എന്നുള്ള നിലക്കുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നേച്ചറിനുള്ളത്. പോയിറ്റ് ഈസ് സീറ്റഡ് റിലാക്സ്ഡ് അഗൻസ്റ്റ് എ ട്രീ ഇൻ എ ഷെയ്ഡി ക്ലംബ് ഓഫ് ട്രീസ്. ഒരു മരക്കൂട്ടത്തിനിടയിൽ നല്ല തണലുള്ള സ്ഥലത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് കവി ഇരിക്കുന്നു. ലിസണിങ് ടു ദ മ്യൂസിക് ഓഫ് ദ ബ്രീസ്. മന്ദമാരുതന്റെ സംഗീതം ശ്രവിച്ചുകൊണ്ട്. ദ ചെർപ്പിംഗ് ഓഫ് ദ ബേർഡ്സ്. പക്ഷികളുടെ കലപില ശബ്ദങ്ങൾ ശ്രവിച്ചുകൊണ്ട്. ആൻഡ് ദ ക്രീക്കിംഗ് ഓഫ് ഇൻസെക്ട്സ്. അതേപോലെ പ്രാണികളുടെ നാദബീജികൾ ശ്രവിച്ചുകൊണ്ട് കവിയിരിക്കുന്നു. ഹി ഈസ് ഇൻ ദ സ്വീറ്റസ്റ്റ് ഓഫ് മൂഡ്സ്. അദ്ദേഹം ഏറ്റവും മനോഹരമായ മാനസികാവസ്ഥയിലാണ്. ബട്ട് അലോങ് വിത്ത് പ്ലസന്റ് തോട്ട്സ് ഇൻ ഹിസ് മൈൻഡ് അറ്റ് ദാറ്റ് മൊമെന്റ് സാഡ് തോട്ട്സ് ടു അറൈസ്. ആ സമയത്ത് സന്തോഷകരമായ ചിന്തകളുടെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദുഃഖകരമായ ചില ചിന്തകളും വരുന്നു. നേച്ചർ സീംസ് ടു ഹാവ് ലിങ്ക്ഡ് ഹിസ് സോൾ വിത്ത് ഹെർ സോൾ ഇൻ പെർഫെക്റ്റ് കമ്മ്യൂണിയൻ. പ്രകൃതി അവളുടെ ആത്മാവിനെ മനുഷ്യാത്മാവുമായിട്ട് പരിപൂർണ വിലയത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇൻ ദാറ്റ് ബ്ലെസ്ഡ് മൂഡ് ഹി സാഡൻ ടു റിയലൈസ് വാട്ട് മാൻ ഹാസ് ഡൺ ടു ഹിസ് ഫെലോ മെൻ ആൻഡ് ടു നേച്ചർ. ആ ഒരു സമയത്ത് മനുഷ്യരോടും അതേപോലെ തന്നെ പ്രകൃതിയോടും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ബോധവാനായപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായി. മാൻ ഹാസ് ഇൻഫ്ലിക്റ്റഡ് പെയിൻ ഓൺ ഹിസ് ഓൺ ഫെലോ മെൻ ആൻഡ് ഹാസ് ഡെസ്ട്രോയ്ഡ് ഇൻ നേച്ചർ. മനുഷ്യരാശിക്ക് മുഴുവനും വേദന കൊണ്ടുവരികയും അതേപോലെ തന്നെ പ്രകൃതിയെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. The poet looks more closely at the seemingly jubilant birds, plants and other creatures of nature, trying to decide whether they are really full of pleasure or not. സന്തോഷത്തിൽ ആറാടുന്ന പക്ഷികളെയും അതേപോലെ തന്നെ ചെടികളെയും പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെയും കവി കൂടുതൽ അടുത്ത് ശ്രദ്ധിക്കുന്നു. അവ യഥാർത്ഥത്തിൽ സന്തോഷത്തിലാണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്. In the last stanza the poet sums up what he has said. നേരത്തെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് കവി കവിത അവസാനിപ്പിക്കുന്നത്. He feels that if the divine plan or nature's holy plan is pleasurable and peaceful coexistence, he wonders why man alone has moved away from this plan. പ്രകൃതിയുടെ വിശുദ്ധ സംവിധാനം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും സന്തോഷകരവും അതേപോലെ തന്നെ സമാധാനപരവുമായിട്ടുള്ള നിലനിൽപ്പ് ആണെങ്കിൽ, സഹവർത്തിത്വമാണെങ്കിൽ, എന്തുകൊണ്ട് മനുഷ്യൻ മാത്രം ഇതിൽ നിന്ന് അകന്നുപോയി എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നു. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഹാസ് എ റാദർ സിമ്പിൾ ഫോം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് ഈ കവിതയ്ക്കുള്ളത്. ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഓൺലി 6 4-line സ്റ്റാൻസസ്. ബയലഡിനുള്ളതുപോലെ 4 വരികൾ അടങ്ങുന്ന സ്റ്റാൻസ ആണ് ഈ കവിതക്കുള്ളത്. അങ്ങനെ 6 സ്റ്റാൻസകളുണ്ട്. ആൻഡ് ഈസ് റിട്ടൺ ഇൻ അയാംസ് വിത്ത് എൻ ABAB റൈം സ്കീം ഫോർ ഈച്ച് സ്റ്റാൻസ. ഓരോ സ്റ്റാൻസക്കും ABAB എന്ന റൈം സ്കീം വരുന്ന വിധത്തിൽ അയാമ്പ് മീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ദ പോയിറ്റ് പേഴ്സണിഫൈസ് നേച്ചർ, ഗിവിംഗ് ഹെർ ദ എബിലിറ്റി ടു മേക്ക് ഡിസിഷൻസ്, ടു ലിങ്ക് ഹെർസെൽഫ് ടു ഹിസ് സോൾ ആൻഡ് ടു എക്സ്പീരിയൻസ് പ്ലഷർ. പ്രകൃതിയെ പേഴ്സണിഫൈ ചെയ്യുന്നു, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അവൾക്കുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ തൻ്റെ ആത്മാവിനെ മനുഷ്യാത്മാവുമായിട്ട് അവൾ ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ദ നേച്ചർ എക്സ്പീരിയൻസ് പ്ലഷർ. പ്രകൃതിയെ സന്തോഷം ആസ്വദിക്കുന്നു എന്ന് പറയുന്നു. നേച്ചർ ഇൻ ദിസ് പോയം ഡസ് എവറിഥിങ് റൈറ്റ്. ഈ കവിതയിൽ പ്രകൃതി ചെയ്യുന്നതെല്ലാം ശരിയാണ്. അതേസമയം ഇറ്റ്സ് മാൻ ഹു ഹാസ് ഫെയിൽഡ് ബൈ റിജക്റ്റിംഗ് നേച്ചർ. പ്രകൃതിയെ നിരസിക്കുന്നതിലൂടെ മനുഷ്യൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ആക്ടിവിറ്റി നമ്പർ 4. ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഹാസ് ഗ്രേറ്റ് റെലവൻസ് ഇൻ ദ പ്രസന്റ് ഡേ വേൾഡ്. ഇന്നത്തെ കാലത്ത് ഈ ഒരു കവിതയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. ഈവൻ നേച്ചർ ഈസ് ത്രെറ്റൻഡ് ആൻഡ് മെനി സ്പീഷീസ് ആർ ഓൺ ദി വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ. പ്രകൃതി ഒരു ഭീഷണി നേരിടുകയാണ്. പ്രകൃതിയിലുള്ള കുറെ ജീവജാലങ്ങൾ വംശനാശത്തിന്റെ ഭീഷണി നേരിടുന്നു. റൈറ്റ് എ പോയം ഓൺ നേച്ചർ ആൻഡ് മാൻ ഇൻ ദ ലൈറ്റ് ഓഫ് ദി ഇവന്റ്സ് അക്കറിംഗ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന
സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വെളിച്ചത്തിൽ നിങ്ങൾ നേച്ചർ ആൻഡ് മാൻ എന്ന ഒരു കവിത എഴുതുക. നേച്ചർ ആൻഡ് മാൻ. നേച്ചർ ഈസ് മദർ ടു മാൻകൈൻഡ് ഹു nurses with love and care. All she does sacrificing herself for the benefit of humanity. മനുഷ്യരാശിക്ക് പ്രകൃതി അമ്മയാണ്. മനുഷ്യരെ വളരെ ഇഷ്ടത്തോടെയും അതേപോലെ തന്നെ കെയർ ചെയ്തുകൊണ്ടും മനുഷ്യനെ അത് പരിചരിക്കുന്നു. അവൾ ചെയ്യുന്നത് അവളെ തന്നെ ബലി കൊടുത്തുകൊണ്ട് മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ബട്ട് വാട്ട് ഡു മാൻ ഗിവ് ഹെർ ബാക്ക്? പക്ഷെ മനുഷ്യർ അവൾക്ക് തിരിച്ചെന്താണ് നൽകുന്നത്? അതർ ദാൻ എക്സ്പ്ലോയിറ്റിംഗ് ഹെർ മോർ, അവളെ കൂടുതൽ ചൂഷണം ചെയ്യുക എന്നല്ലാതെ. ഹി സഫക്കേറ്റ്സ് ഹെർ വിത്ത് ഹിസ് മൈറ്റ് ലീഡിങ് ഹെർ ടു അൺടൈംലി ഡെത്ത്. തൻ്റെ ശക്തിയാൽ പ്രകൃതിയെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് പ്രകൃതിക്ക് അകാല മരണം നൽകുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. മാൻ ബ്ലസ്റ്റേഴ്സ് ഹി നോസ് മച്ച്. തനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്ന് മനുഷ്യൻ അഹങ്കരിക്കുന്നു, വീമ്പ് പറയുന്നു. ബട്ട് ഇൻ പെർസ്യൂട്ട് ഓഫ് വെൽത്ത് ഹി പ്ലണ്ടേഴ്സ് ദ വെൽത്ത് ഓഫ് നേച്ചർ. സമ്പത്തിന്റെ പിറകെ പോകുമ്പോൾ മനുഷ്യൻ പ്രകൃതിയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു. ആൻഡ് ദസ് ബ്രിങ്സ് ഹിസ് ഓൺ ഡൂം. എന്നിട്ട് തന്റെ നാശം വിളിച്ചു വരുത്തുന്നു. Then next one, listen, enjoy. Nature is treated by Wordsworth, showing its limitless power to impart pleasure and joy. പ്രകൃതി നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് ആഹ്ലാദത്തെക്കുറിച്ചാണ് വേർഡ്സ്വർത്ത് തൻ്റെ കവിതയിൽ പറയുന്നത്. There are many other poets in English who have treated nature in the same manner. ഇതേ രീതിയിൽ പ്രകൃതിയെ കാണുന്ന വേറെയും ചില കവികൾ ഇംഗ്ലീഷിലുണ്ട്. ഹിയർ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം, നേച്ചർ പോയം റിട്ടൺ ബൈ ജോൺ ക്ലെയർ. ജോൺ ക്ലെയർ എഴുതിയിരിക്കുന്ന ഒരു നേച്ചർ പോയമാണ്, മനോഹരമായ നേച്ചർ പോയമാണ് ഇത്. അത് സ്കാൻ ചെയ്ത് കേൾക്കുക എന്നുള്ളതാണ്. കേൾക്കാത്തവർക്കായിട്ട് ഇവിടെ നൽകുന്നു. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള കവിതയെക്കുറിച്ചുള്ള ഒരു കമന്റ് പറയുകയും വേണം. All Nature Has a Feeling by John Clare. All nature has a feeling. Woods, fields, brooks are life eternal, and in silence they speak happiness beyond the reach of books. There is nothing mortal in them. Their decay is the green life of change, to pass away and come again in blooms revivified. Its birth was heaven, eternal is its stay, and with the sun and moon shall still abide, beneath their day and night, and heaven wide. Comment. All nature has a beauty. This is a graceful poem by John Clare about the beauty of nature. The poet describes how each living soul holds a feeling, be it a feeling of pride or happiness. Every creature, whether trees or brook, has a story to tell, and they are happy and content because they add beauty to this world in their own ways. ഈ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയാണ്. യൂണിറ്റ് ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ആണ് ബാക്കിയിരിക്കുന്നത്. അത് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും എന്ന് തീർച്ചയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. താങ്ക് യു.